പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ലാത്തൊരു സ്ഥലം ഏതാണ്? ഉത്തരം: ലയീഷ്. ന്യായാധിപന്മാർ 18-ാം അധ്യായം 7-10 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യഹോവ ശിംശോനു വേണ്ടി ലേഹിയിൽ ഒരു കുഴിയുണ്ടാക്കി വെള്ളം കൊടുത്ത സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഉത്തരം: ഏൻ ഹക്കോരെ. ന്യായാധിപന്മാർ 15-19. ക്വസ്റ്റ്യൻ: ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന രസമുള്ളതെന്തിനാണ്? ഉത്തരം: മുന്തിരി. 9-13. ക്വസ്റ്റ്യൻ: കാഹളമൂതി അബീയേസ്രിയരെ തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടിയതാര്? ഉത്തരം: ഗിദെയോൻ. 6-34. ക്വസ്റ്റ്യൻ: ബേഥേലിൽ നിന്നും രക്ഷപ്പെട്ട ഒരുത്തൻ ഹിത്യരുടെ ദേശത്ത് പോയി ഒരു പട്ടണം പണിതു. അതിനിട്ട പേരെന്താണ്? ഉത്തരം: ലൂസ്. ന്യായാധിപന്മാർ 1-26. ക്വസ്റ്റ്യൻ: കപ്പലുകൾക്കരികെ പാർക്കുന്നതാര്? പ്രാണനെ ത്യജിച്ച ജനം ഏത്? ഉത്തരം: ദാൻ, സെബൂലൂൻ. 5-17-18. ക്വസ്റ്റ്യൻ: യായീർ മരിച്ചപ്പോൾ അവനെ അടക്കം ചെയ്തതെവിടെ? ഉത്തരം: കാമോനിൽ. 10-5. ക്വസ്റ്റ്യൻ: എവിടെ പാർത്തിരുന്ന കനാന്യരെ നിർമൂലമാക്കിയാണ് അതിനെ ഹൊർമ എന്ന് പേരിട്ടത്? ഉത്തരം: സെഫാത്ത്. 1-17. ക്വസ്റ്റ്യൻ: ഇടതു കയ്യന്മാരായ 700 വിരുതന്മാരുടെ പ്രത്യേകത എന്താണ്? ഉത്തരം: ഒരു രോമത്തിനു പോലും ഏറു പിഴയ്ക്കാത്ത കവിണക്കാർ. 20-16. ക്വസ്റ്റ്യൻ: ശിംശോൻ ഫെലിസ്ത്യർക്ക് കടം വീട്ടിയ ശേഷം എവിടേക്ക് പോയി? ഉത്തരം: അപ്പൻ്റെ വീട്ടിലേക്ക്. 14-19. ക്വസ്റ്റ്യൻ: കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞ 70 രാജാക്കന്മാർ ആരുടെ മേശൻ കീഴിൽ നിന്ന് പെറുക്കി തിന്നു? ഉത്തരം: അദോനി ബേസെക്ക്. 1-7. ക്വസ്റ്റ്യൻ: ഗിദെയോൻ്റെ 70 പുത്രന്മാരെ കൊന്നതാര്? അവൻ്റെ ഇളയ മകൻ രക്ഷപ്പെട്ടതെന്തുകൊണ്ട്? ഉത്തരം: അബീമേലെക്ക്. ഒളിച്ചതിനാൽ. 9-5. ക്വസ്റ്റ്യൻ: കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 40 പുത്രന്മാരും 30 പൗത്രന്മാരും ഉണ്ടായിരുന്നതാർക്ക്? ഉത്തരം: അബ്ദോൻ. 12-14. ക്വസ്റ്റ്യൻ: ഇബ്താഹിൻ്റെ സഹോദരന്മാർ അവനെ ചേർക്കാതെ നീക്കിക്കളഞ്ഞതുകൊണ്ട് അവൻ എവിടെ പോയി പാർത്തു? ഉത്തരം: തോബ് ദേശത്ത്. 11-3. ക്വസ്റ്റ്യൻ: ശിംശോൻ്റെ മഹാശക്തി ഏതിലെന്ന് അറിയാൻ ദലീലയ്ക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞതാര്? എത്ര പണം? ഉത്തരം: ഫെലിസ്ത്യ പ്രഭുക്കന്മാർ. ഓരോരുത്തൻ 1100 പണം വീതം. 16-5. ക്വസ്റ്റ്യൻ: യഹോവയുടെ ദൂതൻ പറഞ്ഞ വചനം കേട്ട് ഇസ്രായേൽ ഉച്ചത്തിൽ കരഞ്ഞു. ആ സ്ഥലത്തിനിട്ട പേരെന്താണ്? അതിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം: ബോക്കീം, കരയുന്നവർ. 2-5. ക്വസ്റ്റ്യൻ: ഗിദെയോൻ ബുദ്ധി പഠിപ്പിച്ചതാരെ? എന്തുകൊണ്ട്? ഉത്തരം: സുക്കോത്ത് നിവാസികളെ. കാട്ടിലെ മുള്ളും പറക്കാരയും കൊണ്ട്. 8-16.
ക്വസ്റ്റ്യൻ, എത്രാമത്തെ പ്രാവശ്യമാണ് ശിംശോൻ ദലീലയോട് തൻ്റെ മഹാശക്തിയുടെ രഹസ്യം തുറന്നു പറഞ്ഞത്? ഉത്തരം 4-ാമത്തെ പ്രാവശ്യം. 16-7, 11, 13, 16 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, ദാന്യർ തന്നിലും ബലവാന്മാരായതിനാൽ വീട്ടിലേക്ക് മടങ്ങിപ്പോയതാര്? ഉത്തരം മീഖാവ്. 18-26. ക്വസ്റ്റ്യൻ, ഇസ്രായേൽ മക്കൾ ആരുടെ നിമിത്തമാണ് പർവ്വതങ്ങളിലെ ഗഹ്വരങ്ങളും ഗുഹകളും ശരണമാക്കിയത്? ഉത്തരം മിദ്യാന്യർ. 6-2. ക്വസ്റ്റ്യൻ, ഇരുവായ്ത്തലയുള്ള ഒരു മുഴം മാത്രം നീളമുള്ള ഒരു ചുരികയുണ്ടാക്കിയതാര്? ഉത്തരം ഏഹൂദ്. 3-16. ക്വസ്റ്റ്യൻ, സേബഹും സൽമുന്നയും രാജകുമാരന്മാരെ പോലെയുള്ള പുരുഷന്മാരെ കൊന്നതെവിടെ വെച്ച്? ഉത്തരം താബോർ. 8-18. ക്വസ്റ്റ്യൻ, സിബോലത്ത് എന്ന് ഉച്ചരിച്ചതിനാൽ എത്ര പേർ കൊല്ലപ്പെട്ടു? ഉത്തരം 42,000 പേർ. 12-6. ക്വസ്റ്റ്യൻ, അബിമേലെക്ക് ശെഖേം ഗോപുര നിവാസികളെ ഏതു മണ്ഡപത്തിലിട്ടാണ് തീയിട്ടത്? എത്ര പേർ മരിച്ചു? ഉത്തരം ഏൽ ബെരീത്തിൻ്റെ ക്ഷേത്രം. 1000 പേർ. 9-46-49 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, യോഥാം തൻ്റെ സഹോദരനായ അബിമേലെക്കിനെ പേടിച്ച് എവിടെ പോയി പാർത്തു? ഉത്തരം ബേരിൽ. 9-21. ക്വസ്റ്റ്യൻ, ഗിദെയോൻ്റെ മരണശേഷം ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചതാരെ? ഉത്തരം ബാൽ ബെരീത്തിനെ. 8-33. ക്വസ്റ്റ്യൻ, തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായ ആളുകളെ കൂലിക്കു വാങ്ങിയതാര്? എത്ര വെള്ളിക്കാശ് കൊടുത്തു? ഉത്തരം അബീമേലെക്ക്. 70 വെള്ളിക്കാശ്. 9-4. ക്വസ്റ്റ്യൻ, ഏതു നഗരത്തിലെ ജനങ്ങളെയാണ് ഉഗ്രമായി ശപിപ്പാൻ യഹോവ ദൂതൻ പറഞ്ഞത്? ഉത്തരം മേരോസ്. 5-23. ക്വസ്റ്റ്യൻ, സീസര രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി ഓടിപ്പോയതെവിടെ? ഉത്തരം യായേലിൻ്റെ കൂടാരത്തിൽ. 4-17. ക്വസ്റ്റ്യൻ, ഗ്രീഷ്മഗൃഹത്തിൽ തനിച്ചിരുന്നതാര്? ഉത്തരം എഗ്ലോൻ. 3-20. ക്വസ്റ്റ്യൻ, മലനാട് കൈവശമാക്കിയെങ്കിലും താഴ്വരയിലെ നിവാസികളെ നീക്കിക്കളയുവാൻ കഴിയാത്തതെന്തുകൊണ്ടാണ്? ഉത്തരം അവർക്ക് ഇരുമ്പു രഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട്. 1-19. ക്വസ്റ്റ്യൻ, ഒരു ഒറ്റ മനുഷ്യനെ പോലെ യഹോവ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതാരെ? ഉത്തരം മിദ്യാന്യരെ. 6-16. ക്വസ്റ്റ്യൻ, ദാന്യർ ലയീഷിലുള്ളവരെ വെട്ടി പട്ടണം തീവെച്ചു ചുട്ടുകളഞ്ഞ ശേഷം വീണ്ടും ആ പട്ടണം പണിത ശേഷം എന്തു പേരിട്ടു? ഉത്തരം ദാൻ. 18-29. ക്വസ്റ്റ്യൻ, ബെന്യാമീന്യരിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് എത്ര പേർ? അവർ എവിടെ ഒളിച്ചു പാർത്തു? ഉത്തരം 600 പേർ. റിമ്മോൻ പാറ. 20-47. ക്വസ്റ്റ്യൻ, ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ശിംശോൻ്റെ കളി കണ്ടുകൊണ്ടിരുന്നവർ എത്ര പേരാണ്? ഉത്തരം 3000 പേർ. 16-27. ക്വസ്റ്റ്യൻ, കഴുതയുടെ താടിയെല്ല് വീണ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്?
ഉത്തരം രാമത്ത് ലേഹി 15:17. ക്വസ്റ്റ്യൻ: ശിംശോന്റെ ഭാര്യയെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞതാര്? ഉത്തരം ഫെലിസ്ത്യർ 15:6. ക്വസ്റ്റ്യൻ: ശിംശോൻ ഫെലിസ്ത്യ കന്യകയെ ഭാര്യയായിട്ട് വേണമെന്ന് പറയാൻ കാരണമെന്താണ്? ഉത്തരം ഈ കാര്യം യഹോവയാൽ ഉണ്ടായതിനാൽ 14:4. ക്വസ്റ്റ്യൻ: ഏതാം പാറയിൽ നിന്നും ശിംശോനെ അവർ കൊണ്ടുപോയതെങ്ങനെ? ഉത്തരം 2 പുതിയ കയറുകൊണ്ട് കെട്ടി 15:13. ക്വസ്റ്റ്യൻ: മിസ്പായിൽ യഹോവയുടെ സന്നിധിയിൽ വരാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്ന് ഉഗ്രശപഥമെടുത്തതാര്? ഉത്തരം ഇസ്രായേൽ മക്കൾ 21:5. താങ്ക്സ് ഫോർ വാച്ചിങ്.